ഓക്കെ സ്റ്റുഡൻസ്, വളരെ ചെറിയ ടോപ്പിക്കാണ്. എന്തൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. കൂടുതൽ ഡീപ്പായി നമ്മൾ പോകുന്നില്ല. കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കവർ ചെയ്യുന്ന പ്രോബ്ലങ്ങളിൽ എന്ത് ചെയ്യുന്നു, മേൽ പറഞ്ഞ അതായത് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്ത പോർഷൻസ് ആണ് കൂടുതലായി കടന്നു വരുന്നത്. ഇതിന്റെ ബേസ് തിയറി നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് എന്ത് ചെയ്യാം, ഇതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ഫ്രീ ഡാംഡ് ഫോഴ്സ്ഡ് ആൻഡ് റെസൊണന്റ് ഓസിലേഷൻസ്. ഫ്രീ ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു സിസ്റ്റം ഓസിലേറ്റ് ചെയ്യുകയാണ്, അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിൽ അത് ഓസിലേറ്റ് ചെയ്യുകയാണ്. അതായത് എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സ് അതിൽ ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ അത് ഫ്രീ ആയി ഓസിലേറ്റ് ചെയ്യുക. അതാണ് എന്ത്? ഫ്രീ ഓസിലേഷൻസ്. ഇനി ഡാംഡ് ഓസിലേഷൻ എന്താണ്? നോക്കിക്കേ, ഒരു ബോഡി നിങ്ങൾ ഫ്രീ ഓസിലേഷന് വിധേയമാക്കുമ്പോൾ അത് എന്ത് ചെയ്യും? ആ ബോഡി അത് എന്താണ്, അത് ഏതെങ്കിലും ഒരു മീഡിയത്തിലാണല്ലോ ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കൂ, ആ മീഡിയത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട്, അല്ലെങ്കിൽ വിസ്കസ് ഡ്രാഗ് ഓഫ് ദ ഫ്ലൂയിഡ് ഇൻ വിച്ച് ഇറ്റ് ഈസ് ഓസിലേറ്റിംഗ്, അതുപോലെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ട്, ഹിസ്റ്റീരിസിസ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ് ഫോഴ്സ് മുതലായ കാര്യങ്ങൾ കൊണ്ട് ക്രമേണ എന്ത് ചെയ്യും? ആ ബോഡിയുടെ ഓസിലേഷന്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും, സമയത്തിനനുസരിച്ച് കുറഞ്ഞു വരും, അല്ലെങ്കിൽ ഡാംപ് ചെയ്യപ്പെടും. ഓക്കെ, അങ്ങനെയുള്ള ഓസിലേഷൻസിനെ അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ഫോളിംഗ് ആംപ്ലിറ്റ്യൂഡ്സ് ഉള്ള ഓസിലേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാംഡ് ഓസിലേഷൻസ്. ഓക്കെ, ഡാംഡ് ഓസിലേഷൻസ്. ഇനി ഫോഴ്സ്ഡ് ഓസിലേഷൻസ് എന്താണ്? ഒരു ബോഡി എക്സ്റ്റേണൽ പീരിയോഡിക് ഫോഴ്സിന്റെ സ്വാധീനത്തിൽ ഓസിലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനെ ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ പീരിയോഡിക്കായി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഫോഴ്സ് കൊടുത്താണ് അതിനെ ഓസിലേറ്റ് ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, എന്താണ് റെസൊണന്റ് ഓസിലേഷൻസ്? അത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. റെസൊണന്റ് ഓസിലേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഫോഴ്സ് കൊടുത്ത് ഓസിലേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന ഈ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിൽ എന്തുമാത്രം തവണ നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അതാണ് ഫോഴ്സിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. വേറെ തല ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഫ്രീക്വൻസി, നിങ്ങൾ കൊടുക്കുന്ന ആ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ഫ്രീക്വൻസി ആ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ആ ഓസിലേറ്ററിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയുമായി തുല്യമാകുമ്പോൾ അത് റെസൊണൻസിലാകും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ആ ഓസിലേറ്റിംഗ് ബോഡി വലിയ ആംപ്ലിറ്റ്യൂഡുകളിൽ ഓസിലേറ്റ് ചെയ്യും, വലിയ ആംപ്ലിറ്റ്യൂഡുകളിൽ. ഓക്കെ, അതിനെയാണ് നമ്മൾ റെസൊണൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെസൊണന്റ് ഓസിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓസിലേഷൻസ് എന്നുള്ള പോർഷനുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്കുകൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, ഈ വീഡിയോ സീരീസിൽ ഇല്ല. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യനുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ചില പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്കുകളും കൂടി നമ്മൾ പറയാം. അതായത് മുൻപ് നമ്മൾ എന്താണ് പഠിച്ച ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, y = a sin omega t, a sin omega t + phi എന്നത് എന്താണ്, SHM-ൽ നമ്മൾ കൈനമാറ്റിക്സിന് SHM എന്നുള്ള പോർഷനിൽ നമ്മൾ ആദ്യം ഡീൽ ചെയ്ത ആ കൺസെപ്റ്റ് ആണ്. എന്നാൽ y = a sin omega t മാത്രമല്ല, y = a cos omega t എന്താണ്, ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ അത് എവിടെ നമ്മൾ ഉപയോഗിക്കും, അതായത് y = a sin omega t എവിടെ ഉപയോഗിക്കും, y = a cos omega t എവിടെ ഉപയോഗിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ചില പ്രോബ്ലങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായി പറയുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ, അതായത് നമ്മൾ ഈ ഡിസ്കഷൻ പ്ലാറ്റ്ഫോമിൽ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് എവിടെ കവർ ചെയ്യും? നമ്മൾ ക്വസ്റ്റ്യൻ സെഷനിൽ കവർ ചെയ്യും. അപ്പോൾ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ സെഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽഡ് ആയി കവർ ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള PDF വിശദമായി പഠിക്കുക. നമ്മൾ ഊന്നി പഠിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു, അത് നിങ്ങൾ എഴുതി പഠിക്കുക. എല്ലാ ഫോർമുലകളും എന്ത് ചെയ്യുക, ഒരു വെള്ള പേപ്പറിൽ എഴുതി വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്നിട്ട് ക്വസ്റ്റ്യൻ സെഷനിലേക്ക് കടക്കുക. അപ്പോൾ അടുത്തതായി വരുന്ന വീഡിയോ നമ്മൾ ഈ ചാപ്റ്ററിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഡീൽ ചെയ്യുന്നുള്ളതാണ്. ഒരു 25 ക്വസ്റ്റ്യൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ 13ാമത്തെ ചാപ്റ്ററായ ഓസിലേഷൻസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 25 ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്. ഏതൊക്കെയാണ്? 4, 6, 7, 8, 10, 12, 13, 17, 18, 25, 26, 30, 33, 37, 38, 42, 44, 49, 52, 60, 76, 78, 87, 92 and 93. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഒന്നുകൂടി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള PDF വായിക്കുക, നമ്മളുടെ വീഡിയോ ക്ലാസ് നോക്കുക. നമ്മുടെ ബേസിക് തിയറി പഠിപ്പിച്ച
സെഷൻ നോക്കുക. പിന്നെന്താണ് ഇക്വേഷൻസ് എല്ലാം എന്ന് എഴുതി വെക്കുക. ഓക്കെ, പിന്നെ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറ്റുമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും, വളരെ എളുപ്പമായിരിക്കും ഓരോരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ. ഓക്കെ, താങ്ക് യു. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങളുടെ മെറ്റീരിയലിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ, പറയൂ, വായിക്കൂ. A block P of mass m is placed on a frictionless horizontal surface. Another block Q of the same mass is kept on P and connected to the wall with the help of a spring of spring constant K. Let mu s be the coefficient of friction between the blocks P and Q. Okay. The blocks move together performing SHM of amplitude capital A. The maximum value of frictional force between P and Q is. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വീഡിയോ പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. നോക്കിക്കേ, ഒരു ബ്ലോക്ക്, അതായത് മാസ് എം ഉള്ള ഒരു ബ്ലോക്ക്, ഈ ബ്ലോക്കാണ് പി. അതെന്ത് ചെയ്യുന്നു, ഒരു ഫ്രിക്ഷൻലെസ് ഹൊറിസോണ്ടൽ സർഫസിൽ അതിങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ മറ്റൊരു ബ്ലോക്കാണ് ക്യൂ. ഓക്കെ, അത് അതേ മാസ് തന്നെയാണ്, ഇതിന്റെ മാസ് എത്രയാണോ അത് തന്നെയാണ്. ഈ മാസ് എം ആണെങ്കിൽ ഇതും എം തന്നെയാണ്. അതെന്ത് ചെയ്യുന്നു, പിയുടെ മുകളിലാണ് അത് വച്ചിരിക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, ഈ ക്യൂ ഉണ്ടല്ലോ, ഈ ക്യൂ എന്നത് നോക്കൂ, ഈ വാളിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഏത് വഴി, ഒരു സ്പ്രിങ് വഴി. ആ സ്പ്രിങ്ങിന്റെ സ്പ്രിങ് കോൺസ്റ്റന്റ് എത്രയാണ്, കെ ആണ്. ഓക്കെ, നോക്കൂ, അടുത്തത് പറഞ്ഞിരിക്കുന്നതാണ് പിയും ക്യൂവും തമ്മിലുള്ള, നോക്കൂ, ഈ സർഫസിലാണ് ഇവർ കോണ്ടാക്ട് ആയിരിക്കും. നോക്കൂ, ഇവരുടെ സർഫസുകൾ തമ്മിൽ കോണ്ടാക്ട് ആണ്. അപ്പൊ നോക്കിക്കേ, ആ സർഫസുകൾ, അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ അല്ലെങ്കിൽ ആ സർഫസിന്റെ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് മ്യൂ എസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, മ്യൂ എസ്. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ ബ്ലോക്കുകൾ എന്ത് ചെയ്യുന്നു, ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, SHM-ൽ പങ്കെടുക്കുന്നത്. ഓക്കെ, അതായത് ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ സിസ്റ്റത്തിനെ, അതായത് പിയെ നിങ്ങൾ അങ്ങോട്ട് കംപ്രസ് ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും, ഇതിങ്ങനെ ഓസിലേഷൻസ് നടക്കും. ഓസിലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് ഓസിലേറ്റ് ചെയ്യുന്നത്. അതായത് ഇതിന്റെ മുകളിൽ ഇതിരിക്കുന്നു. ഓക്കെ, എങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ദ മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ പി ആൻഡ് ക്യൂ. ഓക്കെ, പിയും ക്യൂവും തമ്മിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ മാക്സിമം വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നോക്കിക്കേ, എങ്ങനെ കണ്ടുപിടിക്കാം. നോക്കൂ, ഇവർ SHM എക്സിക്യൂട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം, റൂട്ട് ഓഫ്, ഇത് സ്പ്രിംഗ് സിസ്റ്റം അല്ലേ, സ്പ്രിംഗ് പെൻഡുലമായി കൺസിഡർ ചെയ്താൽ റൂട്ട് ഓഫ് K ബൈ എം. ആ എം നോക്കിക്കേ, ഈ മുഴുവൻ മാസ് അല്ലേ. അപ്പം പിയുടെയും ക്യൂവിന്റെയും മാസ് കൂടിയ ഇതാണ് ഈ സിസ്റ്റം, സ്പ്രിംഗ് സിസ്റ്റത്തിന്റെ ഈ മാസ്. അപ്പൊ എന്ത് ചെയ്യും, റൂട്ട് ഓഫ് K ബൈ എം പി പ്ലസ് എം ക്യൂ. അപ്പൊ റൂട്ട് ഓഫ് K ബൈ എത്ര, എം പ്ലസ് എം, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് K ബൈ 2m. ഓക്കെ, അപ്പൊ ഇതിന് ഒമേഗ സ്ക്വയർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാമല്ലോ. ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു K ബൈ എം. സംശയമില്ലല്ലോ, നോക്കിക്കോളൂ. നോക്കൂ, ഈ പിയുടെ സർഫസിൽ ഇരിക്കുന്ന മാസ് ഏതാണ്, ക്യൂ ആണ്. അപ്പൊ ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള മാക്സിമം, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇസ് ദ ഫോഴ്സ്. അപ്പൊ നോക്കിയേ, അതെങ്ങനെ കണ്ടുപിടിക്കാം, ഈ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ, ആക്സിലറേഷൻ, ഈ എ എന്നത് ആക്സിലറേഷൻ അല്ല, ഇത് ആംപ്ലിറ്റ്യൂഡ് ആണ് കേട്ടോ. ആംപ്ലിറ്റ്യൂഡ് ക്യാപിറ്റൽ എ ആണ്. ഇവിടെ നമ്മൾ എന്ത് സ്മാൾ എ ആണ് കൊടുത്തിരിക്കുന്നത്, ക്യാപിറ്റൽ എ ആണ്. ഇത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ എ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ആക്സിലറേഷന്റെ വാല്യൂ എത്രയാണ്, ഒമേഗ സ്ക്വയർ ഇൻറ്റു എ ആണ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ PDF-ൽ നമുക്ക് ഡൈനാമിക്സ് ഓഫ് SHM എന്നുള്ള പോർഷനിൽ നമ്മൾ പറഞ്ഞതാണ് ആക്സിലറേഷൻ. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് എ ഫോഴ്സ്. അതെങ്ങനെ കണ്ടുപിടിക്കും, ഏത് മാസ് ആണോ ആക്ട് ചെയ്യുന്നത്, MQ ആണ്. നോക്കി, MQ സർഫസിലിരിക്കുന്ന മാസ് MQ ആണ്. MQ ഇൻറ്റു ആക്സിലറേഷൻ, അതിന്റെ ഒമേഗ സ്ക്വയർ എ. ഒമേഗ സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ആണ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ നോക്കിക്കേ, MQ എന്ന് പറഞ്ഞാൽ എത്രയാണ്, നത്തിങ് ബട്ട് എം ഇൻറ്റു ഒമേഗ സ്ക്വയറിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, K ബൈ 2m ഇൻറ്റു എ. അപ്പോൾ നിങ്ങൾ എം ക്യാൻസൽ ചെയ്യാം, കിട്ടുന്ന ആൻസർ എത്രയാണ്, KA ബൈ 2. അപ്പോൾ നിങ്ങളുടെ മെറ്റീരിയലിലെ 4ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണ്, ഓപ്ഷൻ ഡി ആണ്, KA ബൈ 2. ഓക്കെ, ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്, ദ ഡിസ്പ്ലേസ്മെന്റ് y ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM ഈസ് ഗിവൺ ബൈ y ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ തന്നിരിക്കുകയാണ്, 4 cos square t by 2 into sin 1000t. ഓക്കെ,
ഇനി ക്വസ്റ്റ്യൻ വരികയാണ്. ദിസ് എക്സ്പ്രഷൻ മേ ബി കൺസിഡേർഡ് ടു ബി എ റിസൾട്ട് ഓഫ് ദ സൂപ്പർ പൊസിഷൻ ഓഫ് ഹൗ മെനി സിമ്പിൾ ഹാർമോണിക് മോഷൻസ്. ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എന്നത് ഏതൊക്കെ സിമ്പിൾ ഹാർമോണിക് മോഷനുകളുടെ സൂപ്പർ പൊസിഷനായി എഴുതാൻ സാധിക്കും. അപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നിരിക്കുന്ന ഇക്വേഷനെ നോക്കൂ, എത്ര SHMകളാക്കി, അതായത് സൈൻ ഒമേഗ ടി, കോസ് ഒമേഗ ടി എന്നുള്ള രീതിയിൽ, സൈൻ ഒമേഗ ടി, കോസ് ഒമേഗ ടി എന്നുള്ള രീതിയിൽ ഏതൊക്കെ എത്ര ഇൻഡിപെൻഡന്റ് ടേമുകളാക്കി എഴുതാൻ സാധിക്കും. അപ്പോൾ അത്രയും SHMകളുടെ സൂപ്പർ പൊസിഷനായി നമുക്ക് എന്തിനെ പരിഗണിക്കാം? ഈ ഡിസ്പ്ലേസ്മെന്റിനെ, ഈ SHMനെ പരിഗണിക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഇനി കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക? സൈൻ ഒമേഗ ടി, കോസ് ഒമേഗ ടി എന്നുള്ള രീതിയിൽ ഇൻഡിപെൻഡന്റ് ആയി എഴുതാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ എഴുതി നോക്കുക. അതിന് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റികൾ അറിയണം. ഓക്കെ, നോക്കിക്കോളൂ. നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? y is equal to 4 cos square t/2 sin 1000t. നോക്കിക്കേ, ഇതിനെ 2 into 2 cos square t sin 1000t എന്ന് എഴുതി. 4നെ 2 into 2 ആ 2 നമുക്ക് ഇതിനോട് ചേർത്ത് പറയുന്നു. 2 cos square t/2 into sin 1000t. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 2 cos square t/2 അല്ലെങ്കിൽ 2 cos square θ/2 എന്ന് പറഞ്ഞാൽ 1 plus cos തീറ്റയാണ്. അപ്പോൾ 2 cos square t/2 എന്ത് വരും? 2 into 1 plus cos t എന്ന് വരും. ഓക്കെ, sin 1000t അതുപോലെ ഇരിക്കുകയാണ്. ഇനി നോക്കിക്കേ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബ്രാക്കറ്റിനെ അങ്ങ് ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ രണ്ട് ടേം കിട്ടില്ലേ? നോക്കൂ, 2 into 1 into sin 1000t. അപ്പൊ 2 sin 1000t പ്ലസ് 2 into cos t into sin 1000t. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. നോക്കൂ, ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ മതി. 2 into sin 1000t പ്ലസ് 2 cos t sin 1000t. നോക്കിക്കേ, 2 sin 1000t നമുക്ക് ഒരു ടേം കിട്ടിയില്ലേ? sin ഒമേഗ ടി പ്ലസ്, നോക്കിക്കോളൂ, ഇത് 2 cos a sin b അല്ലെങ്കിൽ 2 sin a cos b എന്നതിന്റെ ഫോർമുല നിങ്ങൾക്കറിയാം എന്താണ്? sin a plus b പ്ലസ് sin a minus b into t. ഓക്കെ, അത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റിയാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ട്രിഗണോമെട്രിക് ഐഡന്റിറ്റികൾ ഒന്ന് നോക്കി ഇത് വെരിഫൈ ചെയ്യാം. ഇതങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നിങ്ങൾക്ക് എത്ര ടേം കിട്ടി? 3 ടേമുകൾ കിട്ടിയില്ലേ? സൈൻ ഒമേഗ ടി, സൈൻ ഒമേഗ ടി, സൈൻ ഒമേഗ ടി. അപ്പോൾ 3 സിമ്പിൾ ഹാർമോണിക് മോഷനുകളുടെ സൂപ്പർ പൊസിഷനായി നിങ്ങൾക്ക് ആരെഴുതാം? നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ SHMനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഉത്തരം എത്രയാണ്? ഉത്തരം നമ്പർ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻസ് 3 ആണ്. അപ്പോൾ ഓപ്ഷൻ നിങ്ങളുടെ ഓപ്ഷൻ എത്രയാണ്? ഓപ്ഷൻ ബി ആണ്. 6th ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. സിമ്പിൾ ആയ ഒരു തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? ദ മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് റെപ്രസെന്റഡ് ബൈ ദ ഇക്വേഷൻ y is equal to a sin omega t plus phi. ദിസ് മോഷൻ ഈസ്. സിമ്പിൾ ആണ്, നിങ്ങൾക്കറിയാം. ഇത് ഓസിലേറ്ററി മോഷനുമാണ്, സിമ്പിൾ ഹാർമോണിക് മോഷനുമാണ്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ്. തിയററ്റിക്കലാണ്, കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി നോക്കിക്കേ, 8ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഈ ബോഡി ഈസ് എക്സിക്യൂട്ടിംഗ് SHM. ഓക്കെ, അറ്റ് എ ഡിസ്പ്ലേസ്മെന്റ് x ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി ഈസ് E1 ആൻഡ് അറ്റ് എ ഡിസ്പ്ലേസ്മെന്റ് y ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി ഈസ് E2. The potential energy E at a displacement x plus y is. അപ്പോൾ നോക്കിക്കേ, ഒരു ബോഡി സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അറ്റ് എ ഡിസ്പ്ലേസ്മെന്റ് x അതിന്റെ പൊട്ടൻഷ്യൽ എനർജി E1 ആണ്. അറ്റ് എ ഡിസ്പ്ലേസ്മെന്റ് y അതിന്റെ പൊട്ടൻഷ്യൽ എനർജി E2 ആണ്. എങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അറ്റ് എ ഡിസ്പ്ലേസ്മെന്റ് x പ്ലസ് y അതിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയായ E എത്രയാണ്? അതിനെ E എന്ന് വിളിച്ചാൽ E എത്രയാണ്? ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയേ, എല്ലാം E1 പ്ലസ് E2 അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷൻസ് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സൊല്യൂഷനെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തു തുടങ്ങുകയാണ്. നിങ്ങൾക്കറിയാം, അറ്റ് എ ഡിസ്പ്ലേസ്മെന്റ് x ദി പൊട്ടൻഷ്യൽ എനർജി ഈസ് ഗിവൺ ബൈ, ജനറൽ ഫോർമുല എന്താണ്? ഹാഫ് ഒമേഗ സ്ക്വയർ x സ്ക്വയർ. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ജനറൽ ആണ് കേട്ടോ, ജനറലാണ്. ഇത് ജനറൽ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ നമുക്ക് നോക്കാം, ഓരോ എനർജിക്ക് നമുക്ക് കൊടുക്കാം. അപ്പോൾ അറ്റ് എ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഹാഫ് ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ആണ്, അതിനെ E1 എന്ന് വിളിക്കും. നോക്കി, നിങ്ങൾ ഇതിന്റെ റൂട്ട് എടുക്കുകയാണ്. അപ്പോൾ റൂട്ട് E1 ഈക്വൽ ടു എന്ത് കിട്ടും? ഇതിന്റെ മൊത്തത്തിൽ റൂട്ട് എടുത്താൽ എന്ത് കിട്ടും നിങ്ങൾക്ക്? ഹാഫ് m ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ അതിൽ നമുക്ക് ഈ ക്വാണ്ടിറ്റി ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്താൽ ബാക്കി ആരുണ്ടോ? റൂട്ട് എക്സ് സ്ക്വയർ അല്ലേ, അത് എക്സ് എന്ന് ഇവിടെ അങ്ങ് എഴുതുന്നു.
നമ്മുടെ കാൽക്കുലേഷണൽ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ പല പല പ്രോബ്ലംസ് ചെയ്യുമ്പോഴേ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇത് സ്ട്രെയിറ്റ് ഫോർവേഡായി പറയുകയാണ് കേട്ടോ സൊല്യൂഷൻ. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് ചിന്തിക്കാനൊക്കെ സമയം വന്നു, റൂട്ട് എങ്ങനെ എടുക്കും, റൂട്ട് എടുക്കാമോ, അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പെട്ടെന്ന് ആ സമയത്ത് നമ്മളെ എന്താണ് എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് സ്ട്രെയിറ്റ് ഫോർവേഡായ സൊല്യൂഷൻ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ വേണ്ടി നമ്മൾ ആ സ്റ്റെപ്പുകളൊന്ന് വിശദീകരിക്കുന്നതേ ഉള്ളൂ. ഇനി നോക്കിക്കേ, y എന്നുള്ള ഡിസ്പ്ലേസ്മെന്റിൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്, E2 എന്ന് ഡിനോട്ട് ചെയ്താൽ അത് എത്രയാണ്, ½ m² y². സമാനമായ രീതിയിൽ റൂട്ട് എടുത്താൽ റൂട്ട് E2 = എന്ത് കിട്ടും, ഇത്രയും പോർഷനെ ഐസൊലേറ്റ് ചെയ്തിട്ടാൽ ½ m² ഇൻറ്റു √y², അത് y എന്ന് എഴുതുന്നു. ഇനി നോക്കിക്കേ, ഈ x+y എന്നുള്ള ഈ ഡിസ്പ്ലേസ്മെന്റിൽ പൊട്ടൻഷ്യൽ എനർജി E ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി E എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് ½ m². നോക്കൂ, ആ ഡിസ്പ്ലേസ്മെന്റിന്റെ സ്ക്വയർ x+y². ഇതിന്റെ റൂട്ട് എടുത്താൽ എന്ത് കിട്ടും, ½ m² നമുക്ക് മാറ്റിയിട്ടാൽ ബാലൻസ് എന്ത് വരും, ബാലൻസ് x+y എന്ന് വരും. ഇനി നോക്കിക്കുക, അപ്പം നമുക്ക് കിട്ടിയത് ഒന്നുകൂടെ എടുത്ത് എഴുതുകയാണ്, റൂട്ട് E = ½ m² ഇൻറ്റു x+y. ഓക്കെ, ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കുക, ½ m² ഇൻറ്റു x പ്ലസ് ½ m² ഇൻറ്റു y. ഇനി ഇതിന് നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്, എന്താണ് അത്, E1 അല്ലേ, റൂട്ട് E1 ആണ്. ഓക്കെ, അത് നമ്മൾ അവിടെ കൊടുക്കുന്നു. സമാനമായി ഇതിനെന്താണ്, റൂട്ട് E2. ഇതിനെ സ്ക്വയർ ചെയ്യുന്നു, അപ്പോൾ എന്ത് കിട്ടും, ഇവിടെ E കിട്ടും. അപ്പം നമുക്ക് പിന്നീട് നോക്കൂ, RHS മാത്രം നോക്കിയാൽ മതി, അതിലെന്ത് വരുന്നോ അതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഇത് നോക്കിയേ, a+b² a² പ്ലസ് 2ab 2 റൂട്ട് E1 ഇൻറ്റു റൂട്ട് E2. അതിന് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ എഴുതുന്നു, പ്ലസ് b². നോക്കൂ, റൂട്ട് E2 സ്ക്വയർ E2. അപ്പോൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും, E1 പ്ലസ് E2 പ്ലസ് 2 ഇൻറ്റു √E1 E2. അപ്പോൾ ഓപ്ഷൻ സി ആണ്. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 8th ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ മെറ്റീരിയലിലെ 8th ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എത്ര ക്വസ്റ്റ്യൻസ് ആണ്, 7. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്വസ്റ്റ്യൻ നമ്പർ 7 ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 8. ഓക്കെ, താങ്ക് യു. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, ദ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM വിൽ ബി ഈക്വൽ വെൻ ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് സ്മോൾ a ആയി എടുത്താൽ. ഓക്കെ, അപ്പോൾ ഏത് ഡിസ്പ്ലേസ്മെന്റിലാണ് ഒരു പാർട്ടിക്കിളിന്റെ SHM എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തുല്യമാകുന്നത് എന്നാണ്. ഇനി നോക്കിക്കേ, അറ്റ് എ ഡിസ്പ്ലേസ്മെന്റ് y, കൈനറ്റിക് എനർജിയുടെ ഫോർമുല ഏതാണ്, ½ m² a² - y² അല്ലെങ്കിൽ x². ഇവിടെ y ആണ് ഡിസ്പ്ലേസ്മെന്റ് ആയി എടുക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ നോട്ട് മറിച്ച് നോക്കാവുന്നതാണ്. ½ m² a² - y² = പൊട്ടൻഷ്യൽ എനർജി എത്ര, ½ m² y². ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള കണ്ടീഷനാണ് ഇവിടെ ആദ്യമേ എഴുതിയിരിക്കുന്നത്. നോക്കൂ, ഇനി ഈ ബ്രാക്കറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ നമുക്ക്, ½ m² a² മൈനസ് ½ m² y², ദാറ്റ് ഈസ് ഈക്വൽ ടു ½ m² y². സംശയമില്ലല്ലോ. ഓക്കെ, ഇനി ½ m² ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരുന്നു, അപ്പോൾ എന്ത് കിട്ടും, ½ m² y² പ്ലസ് ഒരു ½ m² y² കൂടി വരുന്നു. അപ്പോൾ നോക്കിയേ, ഇത് രണ്ടും കൂട്ടുമ്പോൾ എന്ത് കിട്ടും, ഹാഫ് പ്ലസ് ഹാഫ് 1. അപ്പോൾ m² y² ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് എഴുതുന്നു, ½ m² a². സംശയമില്ലല്ലോ. ഇതിൽ ക്യാൻസൽ ചെയ്ത് ഏതെല്ലാം, m ക്യാൻസൽ ചെയ്യാം, ω² ക്യാൻസൽ ചെയ്യാം, പിന്നെ ബാക്കി ആരുണ്ട്, y² ഈക്വൽ ടു a²/2. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കിട്ടി, y ഈക്വൽ ടു എത്ര, ഇതിന്റെ റൂട്ട് എടുക്കുന്നു a/√2. ഓപ്ഷൻ സി ആണ്. ഓക്കെ, വളരെ എളുപ്പമാണ്. ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഈ എന്താണ് നിങ്ങളുടെ ഈ ഫോർമുലകൾ അറിയുക, കൈനറ്റിക് എനർജിയുടെ ഫോർമുല, പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല, അതൊക്കെ കാണാതെ പഠിക്കുക കേട്ടോ. അതൊക്കെ കാണാതെ പഠിച്ചു വയ്ക്കുക, നമുക്ക് സമയം കളയാനില്ല. ഓക്കെ, അപ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, y ഈക്വൽ ടു a/√2. ഓക്കെ സ്റ്റുഡൻസ്, അടുത്തത് നിങ്ങളുടെ മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് വായിക്കാവുന്നതാണ്, ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ എന്താണ്, എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ് SHM between x equal to -a and x equal to +a. The time taken for it to go from the origin to a/2 is t1 and to go from a/2 to a is t2. Then താഴെ പറയുന്ന റിലേഷൻ ഏതാണ് കറക്റ്റ്, t1 t2, t1 t2 മുതലായ ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, -a മുതൽ നോക്കൂ, -a മുതൽ +a വരെ, ഇതാണ് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡിന്റെ മാക്സിമം. -a മുതൽ +a വരെ എന്ത് ചെയ്യുന്നു, ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നു, x ഈക്വൽ ടു. ഓക്കെ,
ഇത് XHM എക്സിക്യൂട്ട് ചെയ്യുന്നു. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒറിജിനിൽ നിന്നും A/2 എന്നുള്ള പോയിന്റ് വരെ എത്താനുള്ള സമയം T1ഉം A/2ൽ നിന്നും A വരെ എത്താനുള്ള സമയം T2ഉം ആണ് എങ്കിൽ T1ഉം T2ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നോക്കിക്കേ, നിങ്ങൾക്കറിയാം മീൻ പൊസിഷനിൽ എന്താണ് കൈനറ്റിക് എനർജി മാക്സിമം അല്ലേ? എന്ന് വെച്ചാൽ അതിൻ്റെ വെലോസിറ്റി മാക്സിമം എവിടെയാണ്? മീൻ പൊസിഷനിലാണ്. ഓക്കെ, പെൻഡുലം ഓസിലേറ്റ് എന്ന് സങ്കല്പിച്ചാൽ മതി. അതുപോലെ അങ്ങനെ പോകുന്ന വെലോസിറ്റി എന്ത് ചെയ്യും? ഈ എക്സ്ട്രീം പൊസിഷനിൽ എത്തുമ്പോൾ അത് 0 ആകും. അതായത് പാർട്ടിക്കിൾ ഇവിടെ നിന്ന് യാത്ര തുടങ്ങി എവിടെ? 0യിൽ നിന്ന് യാത്ര തുടങ്ങി എവിടെ എത്തി? ഈ പോയിന്റിൽ എത്തുമ്പോൾ വെലോസിറ്റി കുറഞ്ഞു വന്ന് 0 ആകും. ഓക്കെ, അത് മനസ്സിലിരിക്കട്ടെ. ഇനി നോക്കിക്കേ, നമ്മൾ പാർട്ടിക്കിളിൻ്റെ ആദ്യത്തെ ജേണി 0 മുതൽ A/2 വരെ ഒരു ജേണി, അതിനെടുത്ത സമയം T1 ആണ്. ഇനി A/2 മുതൽ A വരെ അടുത്ത ജേണി എന്ന് പറഞ്ഞാൽ A/2 മുതൽ A വരെ, അതിൻ്റെ സമയം T2 ആണ്. എങ്കിൽ നോക്കിക്കേ, ഇവിടെ മുതൽ ഇവിടെ വരെ എടുത്ത എന്താണ് സമയം എന്നത് ഇവിടെ മുതൽ എവിടെ വരെ എടുത്ത സമയവുമായി എങ്ങനെ താരതമ്യം ചെയ്യാൻ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നോക്കൂ, ഇവിടം മുതൽ ഇവിടെ വരെയുള്ള ദൂരവും ഇവിടം മുതൽ ഇവിടെ വരെയുള്ള ദൂരവും സെയിം ആണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടം മുതൽ ഇവിടെ വരെ വെലോസിറ്റി കുറഞ്ഞു വരുന്നു. അതേ രീതിയിലാണോ ഇവിടം മുതൽ ഇവിടെ വരെ കുറയുന്നത്? ഇവിടം മുതൽ ഇവിടെ വരെ കുറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടം മുതൽ ഇവിടെ വരെ കുറയുന്നതിനേക്കാൾ എന്താണ്? കുറവാണ്. ഒന്നുകൂടി പറയാം, ഇവിടം മുതൽ ഇവിടെ വരെയുള്ള വെലോസിറ്റി എന്നത് ഇവിടം മുതൽ ഇവിടെ വരെയുള്ള വെലോസിറ്റിയേക്കാൾ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അല്ലെങ്കിൽ ഇവിടം മുതൽ ഇവിടെ വരെയുള്ള വെലോസിറ്റി എന്നത് വെലോസിറ്റി കുറഞ്ഞു വരികയില്ലേ? അപ്പോൾ ഈ പോർഷനിലെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ പോർഷനിലെ വെലോസിറ്റിയേക്കാൾ കുറവായിരിക്കും. അല്ലെങ്കിൽ ഈ പോർഷനിലെ വെലോസിറ്റിയേക്കാൾ ഈ പോർഷനിലെ വെലോസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, കാര്യം കുറഞ്ഞല്ലേ വരിക. അപ്പോൾ ഇവിടെ വരെ വരുന്നതിനേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും ഇങ്ങോട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി അല്ലേ? ഡിസ്റ്റൻസ് നോക്കിക്കുക, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് നോക്കി, സിമ്പിളായി പറയുകയാണ് കേട്ടോ. ആംപ്ലിറ്റ്യൂഡ് നോക്കിക്കുക, ഇവിടെ A/2, ഇവിടെ മുതൽ ഇവിടെ വരെയും എത്ര ഡിസ്റ്റൻസ്? A/2 തന്നെയാണ്. A/2 to A എത്രയാണ്? A/2 തന്നെയാണ്. അപ്പോൾ ആ ഒരേ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ ഇവിടം മുതൽ ഇവിടം വരെ എടുത്ത വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അപ്പോൾ നോക്കൂ, ഡിനോമിനേറ്റർ കൂടിയാൽ ആര് കുറയും? T1 കുറയും. അപ്പോൾ T1 കുറവാണ്. എന്തിനേക്കാൾ? ഇവിടം മുതൽ ഇവിടെ വരെ എടുത്ത ഡിസ്റ്റൻസ് A/2 ആണ്. പക്ഷേ നോക്കിക്കേ, വെലോസിറ്റി കുറവല്ലേ ഇവിടെ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറവാണ്. അപ്പോൾ ഡിനോമിനേറ്റർ കുറഞ്ഞാൽ ആര് കൂടും? T2 കൂടും. ഓക്കെ, അപ്പോൾ T1 ആണോ T2 ആണോ കുറവ്? T1 ആണ് കുറഞ്ഞത്. T2 ആണ് T1നേക്കാൾ കൂടി. നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ? എന്താണ്? വെലോസിറ്റി നോക്കിയാൽ മതി. ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തുന്നു, ഒരു നിശ്ചിത വെലോസിറ്റി അല്ല. വെലോസിറ്റി കുറയുകയാണെങ്കിൽ ആവറേജ് ഓൺ ദ ഹോൾ എന്താണ്? ഇവിടെ ഉള്ള വെലോസിറ്റി എന്നത് ഇവിടെയുള്ളതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ കൂടുതൽ വെലോസിറ്റി ഉള്ളിടത്ത് സമയം കുറവായിരിക്കും, കുറഞ്ഞ വെലോസിറ്റി ഉള്ളിടത്ത് സമയം കൂടുതലായിരിക്കും. അപ്പോൾ T1 എന്നുള്ളത് എന്താണ്? T2നേക്കാൾ കുറവാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ A ആണ്. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിച്ചു. ഒന്നുകൂടി ആലോചിച്ച് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇത് ക്ലിയർ ആവും. 12th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ നോക്കൂ, ആലോചിച്ച് എഴുതേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 12th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. T1 ലെസ് ദാൻ T2.